വെൽക്കം എവരി വൺ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 90% ആൾക്കാരും ചെയ്യാത്ത ചില കാര്യമുണ്ട്. വിജയിക്കുന്ന ആൾക്കാർ ചില കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യത്തില്ല. പരാജയപ്പെടുന്ന ആൾക്കാർ നിത്യം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഒരു 15 മിനിറ്റ് ദിവസം മാറ്റി വെച്ചാൽ മതി, നിങ്ങൾക്ക് ലോകത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നതിന്. അപ്പോൾ പ്രധാനമായിട്ടും ബില്യണേഴ്സ് ചെയ്യുന്ന അവരുടെ പതിവുകൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ബില്യണേഴ്സ് ലോകത്തെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവർ എഴുന്നേൽക്കും. നിശബ്ദതയാണ് അവരുടെ എപ്പോഴും മുൻതൂക്കം. അപ്പോൾ ആദ്യത്തെ ഒരു 30 മുതൽ 60 മിനിറ്റ് അവരൊരു കാരണവശാലും ഫോണോ ടെക്നോളജി ഒന്നും ഉപയോഗിക്കത്തില്ല. അവർക്ക് അവരിലേക്ക് പോകുന്ന ഇൻപുട്ട് നിയന്ത്രിക്കുകയാണ്. ഇൻപുട്ട് നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ഇൻപുട്ട് അവരുടെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയമാണ് ഒരു 1 അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ആഴത്തിലുള്ള ശ്വാസം. അപ്പോൾ ആ ശ്വാസം വെച്ചിട്ട് അവർ വികാരഗതിയെയും തീരുമാനശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. നന്ദി, ഇവർക്ക് പ്രധാനമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇവരുടെ ചിന്തയിൽ എപ്പോഴും വരുന്നൊരു സംഭവമാണ്. ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ അവർ അടുത്തായിട്ട് പറയുകയാണ്, അവർ ലക്ഷ്യം നേടുന്നതായിട്ട് ആ ലക്ഷ്യം നേടുന്ന കാര്യം അവർ മനസ്സിൽ ചിത്രീകരിക്കും, സിനിമാ നിർമ്മാണം പോലെ. അപ്പോൾ വളരെ വികാരത്തോടു കൂടി, വികാരത്തിൻ്റെ ഒരു ഉറപ്പോടു കൂടി അവരുടെ മനസ്സിൽ അവർ ആ ചിത്രം നിർമ്മിക്കും. പിന്നെ അപ്പോൾ അവരൊരു അടുത്ത അവർ പറയുകയാണെങ്കിൽ അവരൊരു ശാസ്ത്രീയമായി ഞാൻ സമ്പത്ത് സൃഷ്ടിക്കുന്ന വ്യക്തിയാണെന്ന് അവർ സ്വയം ഒരു ഐഡൻറ്റിറ്റി ഉറപ്പിക്കുക. ആരാ നിങ്ങൾ? ഞാൻ ശാസ്ത്രീയമായി മറ്റുള്ളവർക്ക് നന്മ കൊടുത്തുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന ആളാണ്. അടുത്തതായിട്ട് ഇവർക്കൊക്കെ എഴുന്നേൽക്കുന്ന എല്ലാ ദിവസവും ഓരോ മിഷനുണ്ട്. അപ്പോൾ ആ മിഷന് വേണ്ടിയാണ്, ആ തിരഞ്ഞെടുത്ത മിഷന് വേണ്ടിയാണ് വ്യക്തതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് ഇവർ ഒരു നല്ല ക്വാളിറ്റി റീഡിങ് നടത്തുന്നത്. അപ്പോൾ ജീവിത ചരിത്രമായിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, തത്വചിന്തയായിരിക്കാം. അപ്പോൾ വാറൻ ബഫറ്റ് ദിവസവും വായിക്കുന്നതാണ്, മാറ്റിവെക്കും അതിന് വേണ്ടിയിട്ട്. ബിൽ ഗേറ്റ്സ് വളരെ ക്രമബന്ധമായിട്ട് വായിക്കുന്ന ആളാണ്. സരസ ജീവിതം, ഇവർ പ്രധാനമായിട്ടും സരസമായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ഒരു ഗോൾ എത്തിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ആ ഒരു ഓർമ്മ അതിൽ നിർത്തിക്കൊണ്ട് അവർ ഡോപ്പാമൈൻ ആൻഡ് സെറിറ്റോണിൻ ഇതൊക്കെ അവരുടെ തീരുമാനത്തിനകത്ത് അവിടെ എത്തുക, അത് വെച്ചിട്ട് വരും. ഇലോൺ മസ്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയം അതിന് പ്രത്യേക ഷെഡ്യൂൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഇന്ന സമയം വരെ ഞാൻ വർക്കൗട്ടാണ്. അത് കൃത്യമായിട്ട് വർക്കൗട്ടിന് പോകും. 10 മിനിറ്റൊക്കെ നിശബ്ദ ധ്യാനം, ഇവരെല്ലാം ധ്യാനം ചെയ്യുന്നുണ്ട്. ഭയങ്കര അതിശയം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും. വികാര നിയന്ത്രണങ്ങൾ ഒത്തിരി മെച്ചപ്പെടുത്താൻ പറ്റും, ഇമോഷണൽ ഇൻ്റലിജൻസ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ബോട്ടിലിനൊക്കെ എന്താണ്, അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് വളരെ തന്ത്രപരമായിട്ട് അവരതിനെ കൈകാര്യം ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു വലിയൊരു മാറ്റം. ഇനി അതുപോലെ വളരെ തന്ത്രപരമായിട്ടുള്ള ജേർണലിങ്, ചിന്തകൾ, അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. മനസ്സിൽ വരുന്ന തോന്നലുകൾ അവർ എഴുതി വെക്കും. മുൻകൂട്ടി വരാനുള്ള മീറ്റിങ്ങുകൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവരതിൽ പറയാനുള്ള കാര്യങ്ങളുടെ നോട്ടും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാകും. ഈ നെഗറ്റീവ് ന്യൂസ് അതിൻ്റെ ഡയറ്റ് ഇവർ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ന്യൂസുകളൊന്നും വായിക്കത്തില്ല, അത് വരുന്ന പത്രങ്ങൾ കാണത്തില്ല. നെഗറ്റീവ് ന്യൂസേ അവർക്ക് വേണ്ട. അത് അങ്ങനെ മനസ്സിനെ അവർക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു 5-10 വർഷത്തെ ഒരു ദീർഘകാലത്തേക്ക് അവരെപ്പോഴും ചിന്തിക്കും, 5-10 വർഷത്തേക്ക്. പിന്നെ പ്രധാന തീരുമാനങ്ങൾ, ഇവരൊരു പ്രത്യേകത, പ്രധാന തീരുമാനങ്ങളെല്ലാം ഇവർ രാവിലെ തന്നെ എടുക്കാറുണ്ട്. ഇവർക്ക് വിൽ പവർ വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്നത്, സൂര്യപ്രകാശം, ആരോഗ്യശീലങ്ങൾ, ഊർജ്ജങ്ങൾ സ്ഥിരപ്പെടുത്തുക, ഇതിനൊക്കെ കൃത്യമായ ശീലങ്ങളുണ്ട്. അപ്പോൾ ചിന്തിക്കാൻ ആയിട്ടുള്ള സമയം അവർ മാറ്റിവെക്കും, ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഈ ജെഫ് ബെസോസ്, ആമസോണിൻ്റെ, അദ്ദേഹം അൺസ്ട്രക്ചേർഡ് തിങ്കിങ് അതിനൊരുപാട് വില മതിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ 10x വാല്യൂ എങ്ങനെ സൃഷ്ടിക്കും, ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞും 10 ഇരട്ടി മൂല്യം എനിക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയം, ആഹാരം, അത്യാവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നീക്കം ചെയ്യും. പിന്നെ ബില്യണേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബില്യണേഴ്സിൻ്റെ പൊതുവെ അവർ ഈ റിസ്ക് എല്ലാം ഒഴിവാക്കും. പക്ഷേ എന്നിട്ട് അവർ റിസ്ക് പഠിച്ചിട്ടാണ് ഒഴിവാക്കുന്നത്. അവരുദ്ദേശിക്കുന്ന ലെവലിൽ, റേറ്റിൽ, സംവിധാനത്തിൽ കിട്ടിയാൽ മാത്രം എടുക്കാമെന്നുള്ള രീതിയിൽ അവരതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബില്യൺ റൂട്ടിലാണ് അവർ കൗതുകവും. അപ്പോൾ
അപ്പോൾ എപ്പോഴും ഒരു ബ്രെയിൻ റീസെറ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കും. അപ്പോൾ ലളിതവും അടിയന്തരവുമായിട്ട് ബില്യണയർ ആകുന്നതിനെക്കുറിച്ച് അതുതന്നെയായിരിക്കും അവരുടെ ഇൻസൈഡ് രഹസ്യം. അപ്പോൾ ഇത് നമ്മുടെ ഇന്നർ ബോധത്തെ സമ്പത്തുമായിട്ട്, ബ്രെയിനിനെ സമ്പത്തുമായിട്ട് ക്രമപ്പെടുത്തും. സാധാരണ മനോഭാവം നിന്ന് മാറിയിട്ട് ഒരു ബില്യണയറിൻ്റെ മനോഭാവം അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. ഇനി മനഃശാസ്ത്ര കൗതുകം, ഫോൺ പരിശോധിക്കുക നിർത്തുക, വിജയങ്ങളുടെ വിസ്മയം, പാറ്റേൺ ഇൻ്ററപ്റ്റ് ചെയ്യുക, മാനസികമായുള്ള കമാൻഡുകൾ ഇവർ കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലളിത ജീവിതമാണ് ഇവരെ കൂടുതൽ ഇഷ്ടപ്പെടുക. പിന്നെ ഉയർന്ന വിഷ്വലൈസേഷൻ ഇവർ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇവരെല്ലാം റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വിജയികളുടെ രാവിലത്തെ ആധികാരികതയും അതിൻ്റെ വിശ്വാസ്യതയും, അപ്പോൾ ശാസ്ത്രീയമായ ചില പരീക്ഷണങ്ങൾ, അപ്പം സോഫ്റ്റ്വെയർ അവർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യബോധം, ശക്തമായ ഹുക്ക്, രാവിലെ ബ്രെയിൻ സംരക്ഷണം, മാനസിക സുരക്ഷ, ഇതെല്ലാം അവർ അപ്പോൾ കോഫിക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ബന്ധപ്പെടുമ്പോൾ തെറ്റുകൾ തിരുത്താനായിട്ട് പറ്റുന്നുണ്ടോ, അവർക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, ആപത്തുകളിലേക്ക് പോകാതിരിക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് അവർ വരുമ്പോഴത്തേക്കും ഒരു സമ്പന്ന മനോഭാവം കൊണ്ടുവരും. ഔദ്യോഗികമായിട്ട് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് സമ്പന്ന മനോഭാവം നമ്മളിലുണ്ടാകുകയാണ്. അപ്പോൾ അത് കൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ വിശ്വാസ്യത കുറച്ചുകൂടെ വളരും. അപ്പം അങ്ങനെ വളർന്ന് അവർക്ക് പിന്നെ പല വിധത്തിലും ഈ ഒരു പരിധികൾ വിട്ട് പിന്നെ മറ്റുള്ളവരെ ഒന്ന് വിജയിക്കാൻ സാധ്യതയുള്ളവരോട് ചോദിച്ചപ്പോഴും ചില കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടാണ് അവരാഗ്രഹിക്കുന്ന വർക്കിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ബില്യണറിൻ്റെ ശീലങ്ങൾ നിങ്ങൾക്ക് എല്ലാ ബില്യണേഴ്സിനെ കുറിച്ചും നമുക്ക് നെറ്റിൽ കിട്ടും. അവരുടെ ശീലങ്ങൾ പഠിച്ചിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈഫിൽ വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാം. ഓൾ ദി ബെസ്റ്റ്.